ഹായ് എവരി വൺ, മൈ നെയിം ഈസ് ഹക്കീം മുഹമ്മദ്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രോഡ് ക്യാമ്പിലെ 6th വീക്കിലെ ടാസ്ക് എക്സ്പ്ലനേഷനാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബ്രോഡ് ക്യാമ്പിൽ 6th വീക്ക് എന്ന് പറയുന്നത് ഫുൾ ഡൊമൈൻ വീക്കാണ്. അതായത് നമ്മൾ 3rd വീക്ക് മുതൽ പഠിച്ച കാര്യങ്ങൾ നോഡ് ജെ എസ് മോങ്കോ DB JS ഈ 3 കാര്യങ്ങളും ആയിരിക്കും ഫുൾ ഡൊമൈൻ വീക്കിൽ നമ്മളോട് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഫുൾ ഡൊമൈൻ വീക്ക് എന്ന് പറയുന്നത് ബാക്കിയുള്ള വീക്സിനെ അപേക്ഷിച്ച് കുറച്ച് ടഫായിരിക്കും റിവ്യൂ എന്ന് പറയുന്നത്. 6th വീക്കിൽ നമുക്ക് ടെക്നിക്കൽ ടാസ്ക് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഈ പഠിച്ച 3 കാര്യങ്ങൾ, അതായത് 3rd വീക്ക് മുതൽ 5th വീക്ക് വരെ പഠിച്ച നമ്മുടെ എല്ലാ ലാംഗ്വേജസും ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ആദ്യം ആ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ദെൻ അതിൽ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാം, ടോപ്പിക്സുകൾ കണ്ടെത്തി നമ്മൾ പഠിക്കുക. ദെൻ അതുപോലത്തെ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ JSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ JSൽ നമുക്ക് എന്ത് ചെയ്യാം, അറേ, സ്ട്രിങ്, ഒബ്ജക്റ്റ് ആയി ബന്ധപ്പെട്ട മെത്തേഡ്സ്. നോഡ് JSലാണെങ്കിൽ നോഡ് JSൻ്റെ മൊഡ്യൂൾസ്, സ്ട്രീം, പൈപ്പ്, അതുപോലെ തന്നെ പാരംസ്, കൊറി. ഇനി മോങ്കോ DBയിലാണെങ്കിൽ ബൾക്ക് റൈറ്റ്, ലുക്കപ്പ്. ഇതുപോലെ നമ്മൾ 3rd വീക്കിൽ അതാത് വീക്കുകളിൽ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് 6th വീക്കിൽ ഫസ്റ്റ് ടെക്നിക്കൽ ടാസ്ക് ആയിട്ട് വരുന്നത്. ദെൻ ഞാൻ 6th വീക്കിൽ പ്രിപ്പയർ ചെയ്യുന്നവരെ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് നമ്മളോട് മറന്നു പോകുക. ഇപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ നോഡ് JS കവർ ചെയ്താൽ അടുത്ത ദിവസം മോങ്കോ DB കവർ ചെയ്യുക, ദെൻ JS കവർ ചെയ്യുക. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഫസ്റ്റ് ദിവസം പഠിച്ച നോഡ് JS നമ്മളോട് മറന്നു പോകും. സോ ഈ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡെയിലി 3 ടോപ്പിക്കും എന്ത് ചെയ്യുക, ഡെയിലി കവർ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന നേരം അതിൻ്റെ മൾട്ടിപ്പിൾ വേൽ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്ത് പ്രാക്ടിക്കൽ പ്രാക്ടീസ് ചെയ്യാം. സോ ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, 6th വീക്കിലെ റിവ്യൂസിൽ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടെക്നിക്കൽ ടാസ്ക് ആയിട്ട് വരുന്നത് ഒരു ചെറിയ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് അതിൽ എന്ത് വേണം, യൂസർ സൈഡിൽ യൂസറിന് ലോഗിൻ പേജ് വേണം, അതുപോലെ തന്നെ ഒരു ഹോം പേജ് വേണം. എന്നിട്ട് യൂസറിന് അതിൽ ലോഗൗട്ട് ചെയ്യുന്ന നേരം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് ലോഗിൻ പേജിലേക്ക് വരാൻ പറ്റും. ഇതുപോലെ സെഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു യൂസറിന് വേണ്ടിയിട്ടുള്ള ഒരു പേജ് വേണം. സോ ഇത് നമ്മൾ 4th വീക്കിൽ ചെയ്തതാണ്. അതിൽ ചെറിയൊരു വ്യത്യാസം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, മോങ്കോ DB ആയിട്ട് ഡാറ്റാബേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ലോഗിൻ പേജിനെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അതിനോടൊപ്പം തന്നെ ഒരു അഡ്മിൻ പാനൽ വേണം. അഡ്മിൻ പാനലിനും സെയിം എന്ത് ചെയ്യണം, ഒരു ലോഗിൻ പേജ് വേണം. ദെൻ ആ ലോഗിൻ പേജ് കയറി കഴിഞ്ഞാൽ ഒരു ഡാഷ്ബോർഡ്, ആ ഡാഷ്ബോർഡിൽ എല്ലാ യൂസേഴ്സിനെയും കാണാൻ അഡ്മിനിന് കഴിയണം. അതുപോലെ യൂസേഴ്സിനെ ബ്ലോക്ക് ചെയ്യാനോ അതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ഓപ്ഷൻ വേണം ആ ഡാഷ്ബോർഡിൽ. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഒരു ചെറിയൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് 6th വീക്കിൽ ടെക്നിക്കൽ ടാസ്ക് ആയിട്ട് വരുന്നത്. സോ ഇതൊക്കെ നമ്മൾ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സെഷൻസും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക വേണം. ഈ ഒരു കാര്യം, ഈ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചാനൽ ലിങ്ക് റെഫർ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ 6th മുതൽ 22 വരെയുള്ള വീഡിയോസ്, ആ പ്ലേലിസ്റ്റിലെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണല്ലോ കിട്ടും. അത് റെഫർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട് ചെയ്യുന്ന നേരം കുറേ ഫോൾഡർ സ്ട്രക്ചറിലൊക്കെ വളരെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ആ വീഡിയോ കണ്ട് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് റെഫർ ചെയ്ത് നമ്മൾ വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. സോ ഇത്രയൊക്കെയാണ് 6th വീക്കിൽ നമുക്ക് ടെക്നിക്കൽ ടാസ്ക് ആയിട്ട് വരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.